ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ എന്താ ഇന്നലെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാല്, ആ പാഠഭാഗത്തില് പേജ് നമ്പർ, അതായത് 9ാമത്തെ ലെസൺ ഭഗത് സിംഗ് കെ പത്ര എന്നുള്ള ലെസൺ, ഭഗത് സിംഗ് കെ പത്ര, ആ ലെസൺ കംപ്ലീറ്റ് ആയില്ലേ? നോ, സെക്കൻഡ് ലെറ്റർ ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ലെറ്റർ അല്ലേ പറഞ്ഞത്? യെസ്. ഇപ്പൊ സെക്കൻഡ് ലെറ്റർ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും, അതായത് ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നവർക്ക് അത് സെക്കൻഡ് ലെറ്റർ കേട്ടിട്ടുണ്ടാവും, ഓൺലൈനിൽ ഇല്ലവർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, സെക്കൻഡ് ലെറ്റർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലെറ്റർ വീട്ടിലെ പേരന്റിന് അയച്ചതായിരുന്നു അല്ലെ, അച്ഛൻ അയച്ച ലെറ്റർ ആയിരുന്നു. സെക്കൻഡ് ലെറ്റർ തന്റെ കൂടെ തടവിലുണ്ടായ തടവുകാർക്ക്, അതായത് കൂടെ ഉണ്ടായ കൂട്ടുകാർക്ക് എഴുതിയ ലെറ്റർ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. बलिदान से एक दिन पहले कैद साथियों को लिखा गया अंतिम पत्र. ഭഗത് സിംഗിന്റെ അവസാന ലെറ്റർ ആണിത്. എന്ന് വെച്ചാല് തൂക്കിലേറ്റുന്നതിന് മുന്നേ, തൊട്ട് മുന്നേ തന്റെ കൂട്ടുകാർക്ക് എഴുതിയ ലെറ്റർ. അപ്പോൾ ലെറ്ററിന് ഏറ്റവും മുകളിൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോയിന്റുകൾ മിസ് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ്, ഒരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട ഡേറ്റും എവിടുന്നാണ് എഴുതുന്ന സ്ഥലവും അല്ലേ? ഡേറ്റ് ആൻഡ് ദിൻ ആൻഡ് താരീഖ് ആൻഡ് സ്ഥാൻ. താരീഖ്, സ്ഥാൻ എന്ന സ്ഥലം, സ്ഥലവും ഡേറ്റും വേണം. മനസ്സിലായോ? അത് മറന്നു പോയേക്കരുത്. നെക്സ്റ്റ് വേണ്ടത് അഭിസംബോധന. അഭിസംബോധന മിസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് പേരന്റിനാണ് നമ്മൾ സ്നേഹം നിറഞ്ഞ, പ്രിയപ്പെട്ട, സുഹൃത്തുക്കൾക്കാണ് പ്രിയപ്പെട്ട, അധ്യാപകർക്കാണ് നമ്മൾ ആദരണീയ, റെസ്പെക്റ്റഡ് സർ അല്ലേ? അഭിസംബോധനക്ക് വ്യത്യാസം വരും. അപ്പൊ ഇവിടെ നമുക്ക് കൂട്ടുകാർക്കാണ്, അതുകൊണ്ട് എന്താ അഭിസംബോധന കൊടുത്തത്? സാത്തിയോ, കൂട്ടുകാരെ. स्वाभाविक है कि जीने की इच्छा मुझ में भी होनी चाहिए, मैं इसे छिपाना नहीं चाहता, लेकिन मैं एक शर्त पर जिंदा रह सकता हूँ कि मैं कैद होकर या पाबंद होकर जीना नहीं चाहता. സ്വാഭാവികമായിട്ടും എനിക്ക് ജീവിക്കണം എന്ന ആഗ്രഹമില്ല. കാരണം എന്തുകൊണ്ടാ? ഞാൻ തടവിലാണ്, ജയിലിലാണ് അല്ലേ? അപ്പൊ ഈ അവസ്ഥയില് എനിക്ക് മുന്നോട്ട് ജീവിച്ചു, അതായത് ഈ തടവിൽ നിന്നുകൊണ്ട് എനിക്ക് ജീവിച്ചു പോകണമെന്ന ആഗ്രഹം എന്നിലില്ല. എനിക്ക് എന്താ ആഗ്രഹമില്ലാത്തത്? കാരണം ഞാൻ ജയിലിലാണ് അല്ലേ? मेरा ना हिंदुस्तानी क्रांति का प्रतीक बन चुका है और क्रांतिकारी दल के आदर्शों और कुर्बानियों ने मुझे बहुत ऊंचा उड़ा दिया है. इतना ऊंचा कि जीवित रहने की स्थिति में इससे ऊंचा में हरगिज नहीं हो सकता. ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ പോലെ തന്നെ ആ കൂട്ടത്തിൽ എൻ്റെ പേരും നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ കരുതുമായിരിക്കും അല്ലെ? അതായത് എന്നെ ആ അതേ ഉയർന്ന സ്ഥിതിയിൽ തന്നെ എന്നെ നിങ്ങൾ എല്ലാവരും കാണുമായിരിക്കും. ആജ് മേരി കംസോരിയാം ജനതാക്കെ സാമനെ നഹീ ഹെ. ഞാൻ ഇന്ന് ദുർബലരായ ജനങ്ങളുടെ മുന്നിലല്ല, നല്ല ശക്തിശാലിയായ ജനങ്ങളുടെ മുന്നിലാണ്. अगर मैं फांसी से बच गया तो वे जाहिर हो जाएंगे और क्रांति का प्रतीक चिन्ह मध्यम पड़ जाएगा या संभवतः मिट ही जाएगा, लेकिन साहस पूर्वक हंसते हंसते मेरे फांसी चढ़ने की सूरत में हिंदुस्तानी माताएं अपने बच्चों को भगत सिंह की मनाने की आरजू किया करेंगी और देश की आजादी के लिए कुर्बानी देने वालों की तादाद इतनी बढ़ जाए कि क्रांति को रोकना साम्राज्यवादी या तमाम शैतानी शक्तियों के बूते की बात नहीं रहेगी. എന്താ സംഭവിക്കുക? ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? എൻ്റെ ഹിന്ദുസ്ഥാനി മാതായും, ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ അമ്മമാര്, പേരൻസ്, അമ്മമാര് എന്താ ചെയ്യാ? തന്റെ മക്കളെ പ്രേരിപ്പിക്കും. എന്താണ്? ഭഗത് സിംഗിനെ പോലെ ആയിത്തീരണം, ഭഗത് സിംഗിനെ പോലെ രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കണമെന്ന് പറയുമായിരിക്കും. ആര് ചിന്തിക്കുന്നു? ഭഗത് സിംഗ് തന്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയതാണ് അല്ലെ? അതായത് അമ്മമാര്, ഇന്ത്യക്കാരായ അമ്മമാര് തന്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കും, ഭഗത് സിംഗിനെ പോലെ ആയിത്തീരട്ടെ. ഹാം ഏക് ഏഹ് വിചാർ ഭി മേരെ മൻ മേം ആതാ ഹെ കി. മിസ് ഒരു കാര്യം മറന്നുപോയി, ക്ലാസ് സ്റ്റാർട്ടർ അയച്ചിട്ടില്ല. ഒന്ന് ചിരിച്ചേക്കണേ, ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ മിസ്. എല്ലാവരും ചിരിക്കാൻ റെഡിയാണോ?
അപ്പൊ എന്താ പറഞ്ഞത്? ഹാം ഏക് യഹ് വിചാർ ഭി मेरे मन में आता है कि देश और मानवता के लिए जो कुछ करने की हजरतें मेरे दिल में थी उनका 1000वां भाग भी पूरा नहीं कर सका. എൻ്റെ മനസ്സിൽ ഒരു കാര്യം എന്താണ് ചിന്തിക്കുന്നുണ്ട് ഞാൻ. എന്താണ്? മനുഷ്യർക്ക് വേണ്ടി അല്ലേ, ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായത്, ഞാൻ അവരുടെ ഒരു ഭാഗമായി മാറിയത്. अगर स्वतंत्र जिंदा रह सकता तब शायद उन्हें पूरा करने का अवसर मिलता और मैं अपनी हसरतें पूरी कर सकता. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഇത്രയും പോരാടിയതും പരിശ്രമിച്ചതും. इसके सिवा मेरे मन में कभी फांसी से बचने का कोई लालच नहीं आया. इसके सिवा मेरे मन में कभी फांसी से बचने का कोई लालच नहीं आया. അതുകൂടാതെ എൻ്റെ മനസ്സിൽ ഒരിക്കലും തടവിൽ നിന്ന് ഓടി രക്ഷപ്പെടണം എന്ന ഒരു അത്യാഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. മുജിസെ അധിക സൗഭാഗ്യശാലി കോൻ ഹോഗ. എൻ്റെ അത്ര ഭാഗ്യം ആർക്കുണ്ടാകും? ഞാൻ അത്രയും ഭാഗ്യമുള്ളവനല്ലേ. മുझे സ്വയം पर बहुत गर्व है. എനിക്ക് എൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ, എനിക്ക് എൻ്റെ കാര്യം വിചാരിക്കുമ്പോൾ എനിക്ക് അഹങ്കാരമാണ്. എനിക്ക് മുझे സ്വയം पर बहुत गर्व है. ഞാൻ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടാണ് അറസ്റ്റിലായി അവിടുന്ന് മരിക്കുന്നത്. अब तो बड़ी बेताबी से अंतिम परीक्षा का इंतजार है. ഞാൻ അവസാന നിമിഷം വരെ എന്ത് ചെയ്യും? പരീക്ഷണം ചെയ്യൂലേ. കാംനാ ഹേ കി ഹൗർ നസ്ദി ഹോ ജായേ. എൻ്റെ ആഗ്രഹമാണത്. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു എന്ന ഒരു ഉറച്ച വിശ്വാസം, പോരാടിയിരുന്നു എന്ന ഒരു ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. ആപ്കാ സാത്തി ഭഗത് സിംഗ്. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഭഗത് സിംഗ്. അപ്പോൾ ലെറ്ററിന്റെ എൻഡിങ് കണ്ടോ നിങ്ങള്? അപ്പൊ ലെറ്ററിന് ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡേറ്റും സ്ഥലവും നിർബന്ധമാണ്. രണ്ടാമത്തെ പോയിന്റ് അഭിസംബോധനയാണ്. തേർഡ് പോയിന്റ് എൻഡിങ് വേണം. അതായത് ലെറ്റർ എഴുതി കഴിഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങളല്ല ലെറ്ററിൽ എഴുതുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെച്ച് ലെറ്ററിൽ എഴുതുവോ? മെഗാ സീരിയൽ പോലെ സീരിയൽ കാണലുണ്ടോ നിങ്ങള്? സീരിയൽ പറയുമ്പോ ആൻമരില് ചിരിക്കുന്നുണ്ട്. കാണലുണ്ടോ എന്നൊരു സംശയം. സീരിയൽ കാണാറുണ്ടോ വീട്ടിൽ നിന്ന് ആരെങ്കിലും? വീട്ടിൽ നിന്ന് ആരെങ്കിലും പേരൻസ് കാണാറുണ്ടോ? നോ. വെരി ഗുഡ്. അങ്ങനെ ആയിരിക്കണം. ആരും സീരിയലിന് അടിമയാവരുത്. സീരിയലിനെ പോലെ എന്ന് പറഞ്ഞാല് പിന്നെ എന്താണ്, നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ അത്രയും നമുക്ക് പേജ് എഴുതാൻ പറ്റിയൊരു കത്തില് പരമാവധി കാര്യങ്ങൾ ചുരുക്കിക്കൊണ്ടാണ് നമ്മൾ കത്ത് എഴുതുക അല്ലെ, ലെറ്റർ എഴുതുക. ഒരാൾക്ക് ലെറ്റർ എഴുതുമ്പോ അപ്പോ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഓർമ്മിച്ച് വെക്കുക. ഡേറ്റ്, സ്ഥലം, അഭിസംബോധന, പിന്നെ അതുപോലെ എൻഡിങ് വേണം. എൻഡിങ് മീൻസ് ആരാണോ എവിടെയാണോ എഴുതി നിർത്തുമ്പോൾ അവിടെ എന്ന് സ്വന്തം, അല്ലെങ്കിൽ എന്ന് പ്രിയപ്പെട്ട നിന്റെ ഫ്രണ്ട് ഷോൺ, അല്ലെങ്കിൽ ഇജാസ് അല്ലേ, അങ്ങനെ എഴുതുന്നതാണ് ഒരു ലെറ്ററിന്റെ മോഡല്. മനസ്സിലായോ? ലെറ്ററിന്റെ മോഡൽ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ പാഠഭാഗത്തില് വേർഡ് മീനിങ് നിങ്ങൾ എടുത്ത് എഴുതണം. വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. ഉദാഹരണം ചെയ്യുന്ന പോലെ സമാനാർത്ഥി ശബ്ദ, വിലോമ ശബ്ദ, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം. സമാനാർത്ഥി ശബ്ദമുണ്ട്, വിലോമ ശബ്ദം. സമാനാർത്ഥി ശബ്ദം മിസ് ഒന്ന് വായിച്ചു തരാം. അർജ്, നിവേദൻ, പ്രാർത്ഥന, വിൻതി. ഹസർത്ത്, ഇച്ഛ, ചാഹത്, ആർജു. ഹവാലാത്ത്, ഹിരാസത്ത്, കൈദ്ഖാന, ജയിൽഖാന. സുലൂക്ക്, വ്യവഹാർ, ഭർത്താവ്, ആചരൺ. ഭർത്താവ്, ഭർത്താവ് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ? ഹസ്ബൻഡ് അല്ലേ. ഹിന്ദിയിൽ ഭർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം പെരുമാറ്റം. നിന്റെ ഭർത്താവ് ശരിയില്ല എന്ന് പറഞ്ഞ അർത്ഥം നിന്റെ പെരുമാറ്റം ശരിയില്ല എന്നാണ് കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. നെക്സ്റ്റ്
മുഗ്ധമ ദാവ താലിഷ് ശികായത്ത്. മുഗ്ധമ എന്ന് പറഞ്ഞ കേസ്. മശ്വിര പരാമർശ് സലാഹ് മന്ത്രണ. ഘാസ് വിശേഷ महत्वपूर्ण मुख्य. बेताबी बेचैनी अधीरता व्याकुलता. नेक्स्ट विलाम शब्द. शुरु गतम इच्छा अनिच्छ. ഒന്ന് വായിച്ചു നോക്കിടാ. മിസ് വായിക്കുമ്പോൾ നിങ്ങളും വായിക്കേ. ഫിക്ർ ബേഫിക്ർ. ലാലച്ച് സന്തോഷ്. ആസാദി गुलामी. സൗഭാഗ്യശാലി ദുർഭാഗ്യശാലി. അത്രയും വേർഡ് മീനിങ്ങും സമാനാർത്ഥി ശബ്ദ വിലോമ ശബ്ദ. ഇത് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. നെക്സ്റ്റ് ഡിറ്റേഷൻ വേർഡ് ഏതൊക്കെയാ? അഹമിയത്ത്, നെപ്പോളിയൻ, സ്വാഭാവിക്, ഹിന്ദുസ്ഥാനി, ക്രാന്തികാരി, കുർബാനിയോം, സാമ്രാജ്യവാദ്, സൗഭാഗ്യശാലി, നസ്ദീക്, പരീക്ഷ. നെക്സ്റ്റ് ഓറൽ ക്വസ്റ്റ്യൻസ്, മൗഖിക ക്വസ്റ്റ്യൻസ്. മിസ് ചോദിക്കാൻ നിങ്ങൾ ആൻസർ പറഞ്ഞോ. ഭഗത് സിംഗിനെ പഹലാ പത്ര കഹാം സെ ഔർ കിൻകോ ലിഖ. ഭഗത് സിംഗ് ആദ്യത്തെ ലെറ്റർ എവിടെ നിന്ന് ആർക്കാണ് എഴുതിയത്? ഭഗത് സിംഗ് പറഞ്ഞേ നിങ്ങളുടെ ആൻസർ. എവിടുന്ന് ആദ്യം എഴുതിയത്? ദില്ലി ജയിൽ. ദില്ലി ജയിൽ. ആർക്കാ അയച്ചത് ഫസ്റ്റ് ലെറ്റർ? പിതാജി പോലെ. ഭഗത് സിംഗ് കാ മുഖ്ദമ കബ് ശുരു ഹോനെ വാല താ. എപ്പോഴാണ് ഭഗത് സിംഗിന്റെ കേസ് ആരംഭിക്കുന്ന ഡേറ്റ്? പറഞ്ഞോ. നെക്സ്റ്റ് ഉണ്ട് മുഖ്ദമ 7 मई को जेल के अंदर ही शुरू होगा. മെയ് 7 ആരംഭിക്കുന്നത് കേട്ടോ, മാറിപ്പോലെ. നെക്സ്റ്റ് ഭഗത് സിംഗിനെ പത്രമേ മാംകോ മിൽനെ ആനെ സെ ക്യോ മനാ കിയ. എന്തുകൊണ്ടാണ് ഭഗത് സിംഗ് ലെറ്ററിൽ തന്റെ അമ്മയെ കാണുന്നത്, അമ്മ കാണാൻ വരണ്ട എന്ന് എതിർത്ത് പറയാനുള്ള കാരണം? അച്ഛൻ മാത്രം വന്നാൽ മതി പറഞ്ഞില്ലേ, അമ്മേനെ കൂട്ടി വരണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ വ്യർത്ഥ ഹി വഹുരോദേങ്കി. വെറുതെ കരഞ്ഞോണ്ടിരിക്കും അല്ലേ? അമ്മ എന്ത് ചെയ്യും? വെറുതെ കരഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് അമ്മയെ കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗത് സിംഗ് കിസ് ഷർത്ത് പർ ജിന്ദാ നഹീ രഖ്നാ ചാഹതാ താ. ഏത് വ്യവസ്ഥയിലാണ് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടായിരുന്നു? എനിക്കിനി ജീവിക്കണം എന്നില്ലായിരുന്നു എന്ന് പറയാൻ കാരണം അറസ്റ്റ്, അതായത് കൈത് അല്ലെ, തടവ് അനുഭവിക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞുതരാം. മിസ് അത് ഗ്രൂപ്പിൽ അയച്ചു തരും. മക്കളെല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് തന്നെ വേർഡ് മീനിങ് എല്ലാം എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം കേട്ടോ. മറന്നുപോയിക്കരെ, സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. ഇനി മിസ്സിന് എന്താണ് നോട്ടൊന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങി, ഇതൊന്നും വേണ്ട എന്നൊരു ചിന്ത നിങ്ങൾക്ക് പാടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭഗത് സിംഗിനെ പത്ര മേ പിതാ കോ ക്യാ സംബോധൻ ലിഖ. ഭഗത് സിംഗ് ലെറ്ററില് തന്റെ അച്ഛന് എന്തായിരുന്നു സംബോധന ചെയ്തത്? പിതാജി മഹാരാജ്. പൂജ്യ പിതാജി മഹാരാജ് അല്ലേ? പൂജ്യ പിതാജി മഹാരാജ് എന്നായിരുന്നു അല്ലേ? പൂജ്യ പിതാജി മഹാരാജ്. इससे उनकी कौन सी विशेषता प्रकट होती है? ഇതിൽ നിങ്ങൾക്ക് എന്ത് വിശേഷത തോന്നുന്നത്? അദ്ദേഹത്തിന് മാതാപിതാക്കെ പ്രതി സമ്മാൻ കർണ അല്ലേ? അച്ഛനും അമ്മയും തമ്മിൽ, അതായത് അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പൂജ്യ പിതാജി മഹാരാജ് എന്നെല്ലാം പറഞ്ഞ ബഹുമാനമുള്ള കുട്ടിയായതുകൊണ്ടല്ലേ? യെസ്. ഭഗത് സിംഗിനെ അപ്പനെ പിതാക്കോ ക്യാ ലാനേക്കോ കഹ. എന്തായിരുന്നു ഭഗത് സിംഗ് തന്റെ അച്ഛനോട് കൊണ്ടുവരാൻ പറഞ്ഞത്? തന്നെ കാണാൻ വരുമ്പോ കൊണ്ടുവരണം എന്ന് പറഞ്ഞില്ലേ? ഗീത രഹസ്യ, നെപ്പോളിയൻ കി
मोटी सवानह उसरी जो आपको मेरी किताबों में मिल जाएगी अंग्रेजी के कुछ കുറച്ച് പുസ്തകങ്ങൾ അല്ലേ കൊണ്ടുവരുമ്പോ കുറച്ച് ഇംഗ്ലീഷുകാരുടെ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? അല്ലേ? കുറച്ച് പുസ്തകങ്ങള് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നെപ്പോളിയൻ കി മോട്ടി സവാന ഹുമരി ജോ അങ്ങനെയുള്ള പുസ്തകങ്ങള് കൊണ്ടുവരണം എന്നായിരുന്നു പറഞ്ഞത്. നെക്സ്റ്റ്, ഭഗത് സിംഗ് കെ മൻ മേ ക്യാ വിചാർ ആതാ താ? ഭഗത് സിംഗിന്റെ മനസ്സിൽ എന്തായിരുന്നു ചിന്തയുണ്ടായിരുന്നത്? एक यह विचार भी मेरे मन में आता है कि देश और मानवता के लिए जो कुछ करने की हसरत मेरे दिल में थी. അതായത് രാജ്യത്തിനോ രാജ്യത്തിലെ നാട്ടുകാർക്കോ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതല്ലേ പറഞ്ഞത്? അതും ഞാൻ അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, फोर्थ क्वेश्चन, भगत सिंह के मन में फांसी से बचने का कोई लालच नहीं आया. आपके विचार में इसका क्या कारण हो सकता है? ഭഗത് സിംഗിന്റെ മനസ്സിലെ തടവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു അത്? അബ് തോ ബഡി ബേതാബി സെ അന്തിം പരീക്ഷ കാ ഇന്തസാർ ഹൈ. അവസാന നിമിഷം വരെ പൊരുതി ജയിക്കുക. പരീക്ഷണത്തിന് എന്താണോ തടവിൽ നിന്ന് അവസാനം എനിക്ക് കിട്ടുന്ന ശിക്ഷ അതുവരെയും അദ്ദേഹത്തിന് റെഡിയായിരുന്നു അല്ലെ? റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് തടവിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഇല്ലാതിരുന്നത്. ഭഗത് സിംഗ് के पत्रों में उनके चरित्र की कौन सी विशेषताएं प्रकट होती है? ഭഗത് സിംഗിന്റെ ലെറ്ററിലൂടെ, അത് നമ്മുടെ ഫസ്റ്റ് ആണ് ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. ഈ ലെറ്ററിലൂടെ നിങ്ങൾക്ക് എന്ത് സ്വഭാവമാണ് മനസ്സിലാവുന്നത്? ഭഗത് സിംഗിന്റെ എന്തോ കുറച്ച് സ്വഭാവ രീതികൾ മനസ്സിലാവുന്നില്ലേ? സ്വദേശ പ്രേം, സ്വന്തം രാജ്യത്തിനോടുള്ള സ്നേഹം, മാതാപിതാക്കെ പ്രതി സമ്മാൻ തഥാ ത്യാഗ് കി ഭാവന, തന്റെ പേരൻസിനോടുള്ള ആദരവോടുള്ള പെരുമാറ്റം അല്ലെ? ബഹുമാനത്തോടുള്ള പെരുമാറ്റ രീതി, ത്യാഗ് കി ഭാവന, പിന്നെ ത്യാഗം ചെയ്യുക അല്ലെ? അതായത് രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന ഈ ത്യാഗം ചെയ്യുന്നത് കൂടി ആ ഭഗത് സിംഗിന്റെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ ആൻസർ? ओके आनो? ओके. नेक्स्ट है, पाठ के आधार पर वाक्यांशों का मिलान करें. मैच द कॉलम्स ऑन द बेसिक्स ऑफ लेसन. ഫസ്റ്റിലത്തെ ഫിഫ്ത്തിലേക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, മുझे मालूम हुआ कि ഫസ്റ്റിലേക്ക് മാച്ച് ചെയ്യുക. आप यहाँ तशरीफ लाए थे. नेक्स्ट है थर्ड, मुझे आपका पता मालूम नहीं है. फोर्थ, इसलिए कांग्रेस दफ्तर के पते पर लिख रहा हूं. ओके. नेक्स्ट फोर्थ, स्वाभाविक है कि എവിടേക്ക്? സെക്കൻഡിലേക്ക്. ജീനെ की इच्छा मुझ में भी होनी चाहिए. ആ ലെസന്റെ സെന്റൻസ് തന്നെയാണ് കേട്ടോ അത് മാച്ച് ചെയ്യാൻ വേണ്ടിട്ട്. ഫിഫ്ത്ത്, मेरे मन में कभी. थर्ड, फांसी से बचने का कोई लालच नहीं आया. അടുത്ത വർക്കുകള് മിസ് അത് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. മിസ് ഒന്ന് അതിന്റെ ഹെഡിങ് പറഞ്ഞുതരാം. ഹെഡിങ് മാത്രം, ആൻസർ മിസ് അയച്ചിട്ടുണ്ട്. ഹെഡിങ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞുതരാം, ക്ലാസ് കട്ടാവുന്നതുകൊണ്ട്.
फर्स्ट है पाठ में उर्दू भाषा के कई शब्दों का प्रयोग किया गया है. पाठ में से ढूंढकर 8 उर्दू शब्द तथा उनके हिंदी रूप लिखो. ഈ പാഠഭാഗത്തിലെ കൂടുതലും ഉറുദു ശബ്ദങ്ങളാണ് ഉപയോഗിച്ചത്. എക്സാമ്പിൾ മഷ്വിര, താദാദ്, സുലൂക്ക്, ബൂത്തെ, ആർജു, അഹമിയത്ത് ഇതെല്ലാം ഉറുദു ശബ്ദമാണ്. ആ ഉറുദു ശബ്ദങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുക, അതിന്റെ ഹിന്ദി മീനിങ് കൂടി നേരെ എഴുതുക. മനസ്സിലായോ? ഫസ്റ്റിലത്തേത് പേജ് നമ്പർ 55 ഫസ്റ്റ് ചെയ്യേണ്ടത് ഉറുദു ശബ്ദം ആദ്യം എടുത്തെഴുതുക, അതിനുശേഷം ഹിന്ദി വേർഡ് എടുത്തെഴുതുക. നെക്സ്റ്റ് निम्नलिखित में जो शब्द समानार्थी नहीं है उस पर फॉल्स लगाए. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിലെ സമാനാർത്ഥി പദം അല്ലാത്തത്, സമാനാർത്ഥി മീൻസ് പര്യായ പദം അല്ലാത്ത ഒരു ശബ്ദം ഉണ്ടാവും. 3 എണ്ണം കൊടുത്തതിൽ ഒന്ന് പര്യായ പദത്തിൽ ഉൾപ്പെടുന്നതല്ല. അവയ്ക്ക് എന്ത് ചെയ്യണം? ഫാൾസ് അല്ലേ? ക്രോസ് മാർക്ക്, ഇൻറ്റു, തെറ്റ്. ഓക്കെ, ഇൻറ്റു ക്രോസ് മാർക്ക് ചെയ്യണം. അപ്പൊ അതില് അത് മിസ്സയച്ചിലുണ്ട്. നെക്സ്റ്റ് വിലോമ ശബ്ദ ലിഖോ. താഴെ തന്നിരിക്കുന്ന റൈറ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ ഫോളോവിങ്. താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് വേർഡുകൾ നിങ്ങൾ അവിടെ ചേർക്കുക. ഏറ്റവും ലാസ്റ്റ് എന്താണ്? നിമ്നലിഖിത വാക്യോं का अपनी मातृभाषा में अनुवाद करो. ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ദ ഫോളോവിങ് സെന്റൻസസ് ഇൻ മദർ ടങ്. ലാസ്റ്റ് തന്നിരിക്കുന്ന സെന്റൻസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അവിടെ എഴുതുക. ക്ലിയർ ആയോ? ഇത്രയും വർക്കുകളാണ് ഇന്ന് പറയാനുള്ളത്. നെക്സ്റ്റ് പേജില് അതും കൂടി ഉണ്ട് അല്ലേ? പേജ് നമ്പർ 56 दिए गए वाक्यों में सर्वनाम शब्दों को रेखांकित करके लिखो. अंडरलाइन द नाउन एंड प्रोनाउन वर्ड्स एंड राइट at provided place. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ നിന്നും സർവനാമങ്ങൾ മാത്രം, സർവനാമം മീൻസ് പ്രോനൗൺ, നൗണിന് പകരം ചേർത്ത ശബ്ദങ്ങൾ മേം, തും, ആപ്പ്, ഇസ്, യഹ് എന്നെല്ലാം കാണുന്നത്. ഈ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ ആ സെന്റൻസിന് വേറെ തന്നെ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മിസ് അയക്കാൻ വിട്ടുപോയിട്ടോ, മിസ് ലാസ്റ്റ് അയച്ചുതരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞത്. ഇന്നിപ്പോ ഞാൻ ശ്രീദേവിന് കന്യാകുമാരിക്ക് യാത്ര എന്നുള്ളൊരു ഫസ്റ്റ് പേജ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ സമയം നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ഞാൻ എന്തായാലും അത് ക്ലിയർ ആക്കി തരും കേട്ടോ. ഇനി ഓൺലൈനിൽ ഇരിക്കുന്നവർ ഞങ്ങളെ മറന്നുപോയോ, ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ലേ, അവിടെ പോയവർക്ക് മാത്രമേ ഇത് വിളമ്പുന്നുള്ളൂ, സദ്യ വിളമ്പുന്നുള്ളൂ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യും. ഓക്കെ ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. നന്നായിട്ട് പഠിക്കണേ എല്ലാവരും. കോപ്പി റൈറ്റിംഗും എഴുതാൻ മറക്കരുത്. നോട്ടൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ മിസ്സിനെ എഴുതിയിട്ട് അയച്ചിരുക. ഓക്കെ, ബൈ. ബൈ മിസ്. ഓക്കെ ഓക്കെ.